നമ്മുടെ ലക്ഷദ്വീപിലെ ഇൻഡിപെൻഡൻസ് ഡേയും അതുപോലെ ജനുവരി 26 അടിപൊളിയായിട്ട് ആഘോഷിക്കുന്ന സ്ഥലമാണ്. ഏറ്റവും വിപുലമായിട്ട് ആഘോഷിക്കുന്ന ഒരു സ്ഥലമാണ് മിനിക്കോയ് ദ്വീപ് എന്ന് പറയുന്നത്. അപ്പൊ ഇൻഡിപെൻഡൻസ് ഡേയുടെ തുടക്കം തന്നെ ഇതായ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഫുഡ് മേളയിൽ തുടങ്ങിയിരിക്കുന്നു. ഇന്ന് ആഗസ്റ്റ് 11, ഇന്ന് തുടങ്ങിയാണ് ഇവിടുത്തെ പരിപാടികൾ. ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്പെഷ്യൽ മിനിക്കോയ് വിഭവമാണ്. രണ്ടാമതാണ് മസാല പൊള്ള എന്നാണ് ഇതിന്റെ പേര്. കോക്കനട്ട് ആണ്, ടെൻഡർ കോക്കനട്ട് കൊണ്ടാണ് ഉണ്ടാക്കിയത്. അടിപൊളി മസാലയും നമ്മളെ മാസൊക്കെ ഇട്ടിട്ടുള്ള സൂപ്പർ വിഭവം. ഫുഡ് മേളയുടെ ഉദ്ഘാടനത്തിന് നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ഡെപ്യൂട്ടി കളക്ടറാണിത്. അവിടെ കാണാൻ വന്ന ഒരു ചെറിയ കുട്ടിയെ വിളിച്ചു കൊണ്ടുവന്നാണ് DC റിബൺ കട്ട് ചെയ്യിപ്പിച്ചത്. റിബൺ കട്ടും ചെയ്ത് ഫുഡ് ആൻഡ് ഹാൻഡിക്രാഫ്റ്റ് മേളയ്ക്ക് അങ്ങനെ തുടക്കമായി. കയറി ചെല്ലുന്നിടത്ത് തന്നെ മിനിക്കോയിലെ വെറൈറ്റി പലഹാരങ്ങളും ഒപ്പം 2-3 ഇംഗ്ലീഷ് വിഭവങ്ങളും ഉണ്ടായിരുന്നു. തൊട്ടടുത്ത സ്റ്റാളിലാണെങ്കിൽ കളർ പപ്പടവും നാടൻ മസാലപ്പൊടികളും. ഇവർ ഒരുക്കിയ നോർത്ത് ഇന്ത്യൻ സ്നാക്സും ചൈനീസ് വിഭവങ്ങളും അത്യാവശ്യം നല്ല ഡിമാൻഡ് ഉണ്ടായിരുന്നു. മിനിക്കോയിലെ ട്രഡീഷണൽ ഡ്രസ്സ് അണിഞ്ഞുകൊണ്ടായിരുന്നു മിക്ക സ്റ്റാളുകളിലും ആൾക്കാർ നിന്നിരുന്നത്. ഇതാണ് ഞാൻ നേരത്തെ തിന്ന ആ വിഭവം. സംഭവം അടിപൊളിയാണ്. ഞാൻ കഴിച്ചതിന്റെ മധുരമുള്ള മറ്റൊരു വിഭവമാണ് ഇത്. ഇതും ടേസ്റ്റി ആയിരുന്നു. ചില സ്റ്റാളുകളിൽ പിസയും കണ്ട്. ഹാൻഡിക്രാഫ്റ്റ് ഐറ്റംസ് ആയിരുന്നു മറ്റൊരു ആകർഷണം. മിനിക്കോയിലെ പ്രിൻസിപ്പിൾ കാണിക്കുന്ന ഈ സാധനത്തിന്റെ പേര് അറിയണമെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കമന്റ്സ് നോക്കിയാൽ മതി. സംഭവം സ്ത്രീകൾ പലവിധ സാധനങ്ങൾ ഒരു വലിയ പാത്രത്തിൽ തലയിൽ വെക്കാനും മറ്റും നിർത്താനാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇതുപോലത്തെ വെറൈറ്റി ജ്വൽസും മൈലാഞ്ചിയുമെല്ലാം ഉണ്ടാക്കി വിൽക്കുന്ന സ്റ്റാളും ഇവിടെ ഉണ്ടായിരുന്നു. ഈ വിഭവമാണ് അടുബോണ്ട എന്ന പലഹാരം. എൻ്റെ ഫേവറേറ്റ് ആണ്. ഫുഡ് സ്റ്റാളിന്റെ പരിപാടിയും കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് സ്കൂളിലേക്കാണ്. സ്കൂളിൽ ഒരു രംഗോളി മത്സരം നടക്കുന്നുണ്ട്. കുട്ടികളൊക്കെ ഒരേ പൊളി. ഇൻഡിപെൻഡൻസ് ഡേ സ്പെഷ്യൽ കോമ്പറ്റീഷൻ ആയതുകൊണ്ട് തന്നെ ഒരു ടീമിന് ഫസ്റ്റ് കൊടുക്കണം. നിങ്ങളുടെ അഭിപ്രായത്തിൽ ആർക്കായിരിക്കും ഫസ്റ്റ്? ഇൻഡിപെൻഡൻസ് ഡേ സ്പെഷ്യൽ ഗെയിംസ് കോമ്പറ്റീഷൻ ആണ് ഇവിടുത്തെ മറ്റൊരു സ്പെഷ്യാലിറ്റി. ഫുട്ബോൾ ഉണ്ട്, വോളിബോൾ ഉണ്ട്, പിന്നെ ക്രിക്കറ്റും. കാണികളാണെങ്കിൽ ഫുൾ വൈബിലാണ്. ഇൻഡിപെൻഡൻസ് ഡേക്കുള്ള മാസ് ഡിസ്പ്ലേയുടെ പ്രാക്ടീസ് ആണ് രാത്രി നടക്കുന്നത്. കുട്ടികളും ടീച്ചർമാരും ഒരേ ലെവലിൽ ഫുൾ ആക്റ്റീവ്. ഇന്നിതാ ആഗസ്റ്റ് 14 പരേഡിന്റെ ഫൈനൽ റിഹേഴ്സൽ. അത് കഴിഞ്ഞ് JNVയിലെയും ഗവൺമെന്റ് ഹൈസ്കൂളിലെയും കുട്ടികളെ കളത്തിലിറക്കിക്കൊണ്ട് ഒരു ഹർഗർ തിരങ്കയ്ക്ക് വേണ്ടി ഒരു വീഡിയോ ഷൂട്ട്. പ്രധാന പരിപാടികളൊക്കെ ഇനി അടുത്ത വീഡിയോയിൽ. അപ്പം ബൈ.